പ്രണയം തുളുമ്പുന്ന യാത്രകളും ദാമ്പത്യ ജീവിതം തുടങ്ങിയ നാൾ മുതൽ എത്ര വർഷങ്ങൾക്കപ്പുറവും ആ പുതുമ ചൊരാതെ കൊണ്ടു നടക്കാൻ കഴിയണം. എങ്കിൽ ജീവിതം സുന്ദരമാണ്. ഒരിക്കൽ വായനയുടെ ആഴങ്ങളിൽ നിന്ന് കോരിയിട്ട ഒരു വാചകം എൻ്റെ പ്രിയതമൻ എന്നോട് പറഞ്ഞു. സൂര്യനോട് പ്രണയിക്കുന്ന താമരയും ചന്ദ്രനോട് പ്രണയിക്കുന്ന ആമ്പലും. അതെ, സൂര്യനെയും ചന്ദ്രനായും നീ അണയുമ്പോൾ ഞാൻ താമരയായും ആമ്പലായും വിരിയാൻ കൊതിക്കുന്നു. സാഹിത്യം വിടാം, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിൽ നല്ല മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടത് നാം തന്നെയാണ്. കരിപിടിച്ച ചട്ടിയും കലവും ഒക്കെയായി ജീവിതം മടുപ്പിക്കുന്ന അടുക്കളപ്പുറങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകളെ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നോടൊത്തൊന്ന് യാത്ര പോകാൻ കൊതിക്കുന്ന അവരോടൊത്ത് യാത്ര പോകാൻ കൊതിക്കുന്ന ഭർത്താക്കന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിക്കുന്ന സമയങ്ങളിൽ അവരുടെ ആ ഒരു ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു യാത്ര പോകാൻ വിളിക്കുമ്പോൾ പരാതികളും പരിഭവങ്ങളും ബാധ്യതകളും ഒക്കെ മാറ്റി വെച്ചിട്ട് എല്ലാം മറന്ന് അവരോടൊപ്പം ഒന്ന് ചുറ്റിക്കറങ്ങി വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ പകുതി ഭാരവും പകുതി വിഷമങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് വിട്ടകന്നിട്ടുണ്ടാകും. പുതിയൊരു ഊർജം നമ്മളിൽ നിറഞ്ഞിട്ടുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ ചിലർക്കത് പുച്ഛമായിട്ട് തോന്നാം. കാരണം ഇത്രയേറെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ എവിടെയാണ് യാത്ര പോകാൻ സമയം? എവിടെയാണ് പ്രിയതമനോടൊത്തൊന്ന് ഒരുമിച്ചിരിക്കാൻ സമയം? ശരിയാണ്, സമയം നാം കണ്ടെത്തേണ്ടതാണ്. നമ്മുടെ സന്തോഷങ്ങൾക്കുള്ള സമയം നാം മാത്രമേ കണ്ടെത്താനുള്ളൂ. മറ്റാരും നമുക്കായി ആ സമയം നേടിത്തരില്ല. കരഞ്ഞും മൂക്കുപിഴിഞ്ഞും ഒക്കെ കളയുന്ന സമയം വേസ്റ്റാണെന്നേ ഞാൻ ഇന്നും മനസ്സിലാക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നുമല്ല എന്ന് സമർത്ഥിക്കുകയല്ല. പല ഘട്ടങ്ങളിലും ഞാനും അത്തരത്തിൽ വിവേകമില്ലാതെ പെരുമാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷങ്ങൾ സന്തോഷിക്കാനും ആത്മാർത്ഥമായി പുഞ്ചിരിക്കാനും കഴിയുന്നത്, വിശാലമായി ചിന്തിക്കാൻ കഴിയുന്നത് എന്നോട് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി, എന്നെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. അതുകൊണ്ട് കൂടുതൽ സന്തോഷകരവും കൂടുതൽ ഊർജ്ജസ്വലവുമായൊരു ജീവിതം എനിക്കിപ്പോൾ ലഭിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. നാം കരഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി എപ്പോഴും തുളുമ്പിക്കൊണ്ടിരിക്കും. ആ നെഗറ്റീവ് എനർജിയെ നമ്മളിൽ നിന്നും വിട്ട് പറത്തി അകറ്റാൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ്. ഇടയ്ക്കൊക്കെയും ചുമ്മാതെ, ഞാൻ പറയുകയാണ്, ദൂര സ്ഥലങ്ങളിലേക്കൊന്നും അല്ല, നമ്മുടെ അടുത്തുള്ള ചെറിയ പച്ചപ്പോ ചെറിയ പാടമോ ചെറിയ പുഴയോരത്തോ അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് ബീച്ചിലോ കടപ്പുറത്തോ തിരകൾക്കൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് പോലെ വേറൊരു മനുഷ്യരുടെ വാക്കുകൾക്ക് പോലും കഴിയില്ല. അത്രയേറെ പവറാണ് തിരമാലകൾക്കൊക്കെ ഉള്ളത്. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ തിരമാലകളിലേക്ക് ശാന്തമായി ഒന്ന് നോക്കിയിരുന്നാൽ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ പകുതി ഭാരങ്ങൾ ആ തിരമാലയോടൊപ്പം പോകുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അത്തരം മാനസിക വിഷമങ്ങളും ഫ്രസ്ട്രേഷനും ഒരുപാട് സഫോക്കേഷനും ഒക്കെ ഉള്ള സമയങ്ങളിൽ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക, നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യത്തിൽ വിശ്വസിച്ച് നമ്മളെ സ്വയം സ്നേഹിച്ച് നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിക്കുക. അതല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയും മറ്റുള്ളവരുടെ കണ്ണീര് കാണുമ്പോൾ സന്തോഷിച്ചും ഒന്നും ജീവിക്കുന്നതൊരു ജീവിതമായിട്ട് എനിക്ക് തോന്നാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുഞ്ചിരിക്കുമ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നവരും ആ പുഞ്ചിരിയിൽ മുഴുകി അവരും പുഞ്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ മകനിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പല പരിചയമുള്ളവരോ പരിചയമില്ലാത്തവരെയോ ഒക്കെ കാണുമ്പോൾ അവൻ നിറപുഞ്ചിരിയോടെയാണ് അവരെ സമീപിക്കുന്നത്. പക്ഷെ അവർ തിരിച്ച് ചിരിക്കാതെ വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു നിരാശ വരാറുണ്ട്. അതവൻ എന്നോട് വന്ന് പറയാറുണ്ട്, അമ്മേ അവരെന്താണമ്മേ എന്നെ നോക്കി ചിരിക്കാത്തത്? ഞാൻ ഇത്രയും ഔപചാരികമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവൻ അത്രയും കാര്യമായി തന്നെയാണ് എന്നോട് പറയുന്നത്. അമ്മേ അവരെന്താണമ്മേ എന്നോട് ചിരിക്കാത്തത്? അതെന്താണമ്മേ അവരെന്നോട് ചിരിക്കാത്തത്? അപ്പോൾ ഞാൻ പറയും, കുഞ്ഞ് ചിരിച്ചാൽ മതി, തിരിച്ചവർ ചിരിക്കും. പക്ഷേ കുഞ്ഞിനോട് പോലും ചിരിക്കാത്ത പല മനുഷ്യരുണ്ട്.